ഉപകാരസ്മരണയില്ലാത്ത പാകിസ്ഥാന്റെ തനിനിറം പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിലും പുറത്തുവരുന്നു. സാമ്പത്തിക താൽപര്യങ്ങൾക്കും പുതിയ സഖ്യങ്ങൾക്കും വേണ്ടി വർഷങ്ങളായി അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യമായ ഇറാനെതിരെ സൈനിക നടപടിക്ക് വരെ മടിക്കില്ല എന്ന് പാകിസ്ഥാന്റെ പ്രഖ്യാപനം പശ്ചിമേഷ്യയെ കൂടുതൽ സങ്കീർണമായ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ്. സൗദി അറേബ്യയെ ആക്രമിക്കുന്നതിനെതിരെ ഇറാൻ വിദേശകാര്യമന്ത്രിക്ക് പാകിസ്ഥാൻ നേരിട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷക് ദർ തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി വെളിപ്പെടുത്തിയത്. സൗദിയുമായി ഒപ്പുവെച്ച ഉഭയകക്ഷി പ്രതിരോധ കരാർ ചൂണ്ടിക്കാട്ടിയാണ് പാകിസ്ഥാന്റെ ഈ ഭീഷണി. പിന്നെ നമുക്കറിയാമല്ലോ, ഈ കരാറൊക്കെ ഇവർ അതുപോലെ പാലിക്കുന്നവരാണ്. സൗദിയെ ആക്രമിച്ചാൽ അത് പാകിസ്ഥാനെതിരെ ഉള്ള ആക്രമണമായി കണക്കാക്കുമെന്നും ഇറാൻ യുദ്ധത്തിലേക്ക് തങ്ങൾക്കും ഇറങ്ങേണ്ടി വരുമെന്നും ഒക്കെയാണ് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഇറാൻ പ്രത്യാക്രമണം ശക്തമാക്കിയത്. നമുക്കറിയാം, റിയാദിലെ US എംബസി കോമ്പൗണ്ടിലടക്കം ഇറാൻ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. സൗദിയുടെ മണ്ണ് ഇറാനെതിരെ ഉപയോഗിക്കില്ല എന്ന് ഉറപ്പ് ഇറാൻ ആവശ്യപ്പെട്ടിരുന്നതായി പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്നിട്ടും സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക ലാഭങ്ങൾ മാത്രം മുന്നിൽ കണ്ട് പാകിസ്ഥാൻ ഇറാനെതിരെ തിരിയുന്നതാണ് ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഒപ്പുവെച്ച നാറ്റോ മാതൃകയിലുള്ള കരാറാണ് പാകിസ്ഥാൻ ഇപ്പോൾ പൊടിയും തട്ടി എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. സാമ്പത്തിക സഹായത്തിനായി സൗദി അറേബ്യയെ പൂർണ്ണമായും ആശ്രയിക്കുന്ന പാകിസ്ഥാന് ഇറാനോടുള്ള അയൽബന്ധത്തെക്കാൾ വലുത് പണമാണ്. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും സൗദിയെ പ്രീതിപ്പെടുത്തി സാമ്പത്തിക സഹായം എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാനുമുള്ള പാകിസ്ഥാന്റെ ഗതികെട്ട ഒരു അടവാണിത്. കാശ്മീർ വിഷയത്തിൽ ഉൾപ്പെടെ പലതവണ പാകിസ്ഥാൻ അനുകൂലമായ നിലപാടെടുത്ത പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഇറാനെതിരെയാണ് അവർ ഇപ്പോൾ വാളാവുന്നത്. കാരണം ഇപ്പോൾ ഖമേനി ജീവിച്ചിരിപ്പില്ലല്ലോ. പാകിസ്ഥാന്റെ ഈ കടുത്ത നന്ദികേടും അവസരവാദവും അവർക്ക് തന്നെ വലിയ തിരിച്ചടിയാകാനാണ് സാധ്യത. ഇറാനെ അനുകൂലിക്കുന്ന 4 കോടിയോളം ഷിയ വിഭാഗക്കാർ പാകിസ്ഥാനിലുണ്ട്. ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ പാകിസ്ഥാനിൽ നടന്ന പ്രതിഷേധങ്ങളിൽ ഇതിനോടകം 35 സാധാരണക്കാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ തന്നെ ഖമേനിയുടെ സ്വാധീനം മനസ്സിലാക്കാൻ കഴിയുമല്ലോ പാകിസ്ഥാനുള്ളിൽ. ഇതിനു പുറമെ അഫ്ഗാൻ അതിർത്തിയിൽ താലിബാനുമായും പാകിസ്ഥാൻ കടുത്ത പോരാട്ടത്തിലുമാണ്. മറ്റൊരു കാര്യം എന്താണെന്നാൽ അന്നത്തെ അഷ്ടിക്ക് വകയില്ലാതെ ലോകത്തിന്റെ മുന്നിൽ പിച്ചച്ചട്ടിയുമായി നടക്കുന്ന പാകിസ്ഥാനാണ് ഇത്തരം വമ്പൻ പ്രഖ്യാപനങ്ങളുമായി വരുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം. കുടിക്കാൻ പോലും വെള്ളമില്ലാത്തവന്റെ വീമ്പ് പറച്ചിൽ. പശ്ചിമേഷ്യ കലങ്ങി മറിയുമ്പോൾ അതിൽ നിന്നും പരമാവധി മുതലെടുക്കാനുള്ള പാകിസ്ഥാന്റെ ഈ തന്ത്രം ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര സൈനിക പ്രതിസന്ധിയിലേക്കായിരിക്കും പാകിസ്ഥാനെ തള്ളിവിടുക. ന്യൂസ് ഡെസ്ക് മലയാളം.